നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഗൗരിയെ ബന്ധിപ്പിക്കുകയല്ല, എന്നേക്കുമായിട്ട് അവളെ നശിപ്പിക്കുക. ഗൗരി നശിക്കുന്നതോടെ ഒരു വലിയ പ്രശ്നം ഇല്ലാതാവും. ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ വേണ്ടത് ചെയ്യാം. പക്ഷേ അതിന് 3 ദിവസത്തെ കഠിനമായ പൂജ വേണം. കഠിനമായ പൂജയും വ്രതവും നടത്തി എന്റെ അഘോരമൂർത്തിയെ പ്രീതിപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഇനി ഗൗരിയെ തളയ്ക്കാൻ സാധിക്കൂ. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. ഗൗരിയും ഗംഗയും എന്നേക്കുമായി എന്റെ മഹേടന്റെ ഇടയിൽ നിന്ന് ഒഴിവാകണം. അതാ എന്റെ ആവശ്യം. അതെ, ഇത്രയും വർഷം ഞങ്ങൾ പലതും ചെയ്തു കൂട്ടിയത് ഒരേ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാ. അത് നേടിയെടുത്തേ മതിയാവും. ശരി, ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും. പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഗൗരി മോചിക്കപ്പെടില്ല എന്ന ഉറപ്പെനിക്ക് വേണം. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. അതിനു വേണ്ടത് ഞങ്ങൾ ചെയ്തോളാം. എങ്കിൽ ഗൗരിയെ ബന്ധിക്കാനുള്ള പൂജകൾ ഞാൻ ആരംഭിക്കാം. എന്റെ ബന്ധനത്തിൽ നിന്ന് അവൾ ഓരോ തവണ മോചിക്കപ്പെടുമ്പോഴും എനിക്കുണ്ടാവുന്നത് പരാജയമാണ്. അതിന് ഞാൻ അനുവദിക്കില്ല. ജീവനറ്റ ആത്മാവ് ഇനി പുറത്തു കടക്കാനാവാതെ ബന്ധിക്കപ്പെടും. ഗംഗേ, ഗൗരി ചേച്ചി, ചേച്ചി, ഒരു അത്യാവശ്യ കാര്യം നിന്നോട് പറയാനാ ഞാൻ വന്നത്. എന്താ ചേച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വലിയ പ്രശ്നം വരാനുള്ള വഴി ഒരുങ്ങുന്നുണ്ട് ഗംഗേ. ചേച്ചി കാര്യം പറയേ, എന്താ പറ്റിയേ? ശ്രേയയും ഹൈമവതിയും ചേർന്ന് എന്നെ തളയ്ക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്തോ വലിയ പൂജയോ മറ്റോ നടത്തി എന്നെ എന്നേക്കുമായി അവരുടെ അടിമയാക്കി മാറ്റാനാ അവരുടെ പ്ലാൻ. അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി. ചേച്ചി പേടിക്കണ്ട. ഏതോ അകാരണമായൊരു ഭയം എനിക്ക് തോന്നുന്നുണ്ട്. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. എന്റെ കൊലപാതകയെ കണ്ടെത്തുന്നതിന് മുൻപ് അവരെന്നെ തളച്ച വർഷങ്ങളോളം മോക്ഷം കിട്ടാതെ അവർക്ക് അടിമയായി എനിക്ക് കഴിയേണ്ടി വരും. ഒരുപക്ഷെ അവരുടെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് പലതും ചെയ്യേണ്ടിയും വരും. ഇല്ല ചേച്ചി, അതൊന്നും നടക്കില്ല. നമ്മൾ ഉറപ്പായും ചേച്ചിയുടെ കൊലപാതകയെ കണ്ടെത്തി സത്യം തെളിയിക്കും. ഇനി അതിന് വലിയ കാലതാമസം ഉണ്ടാവില്ല. നിന്നെ എനിക്ക് വിശ്വാസ ഗംഗേ. അതാ ഒരു ദുസൂചന ഉണ്ടായപ്പോ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. ചേച്ചിക്ക് ദോഷം വരുത്തുന്നെന്ന് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നൂറ്റാണ്ടുകൾ ആർക്കും അടിമയാകേണ്ടിയും വരില്ല. തെറ്റ് ചെയ്തത് ആരായാലും ഒരു ദിവസം മറനീക്കി പുറത്തു വരണം, ശിക്ഷയും അനുഭവിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. എന്തായാലും ഇറങ്ങി തിരിച്ചു. ഇനി ലക്ഷ്യം കാണാതെ പിന്നോട്ടില്ല. അത് മതി. ഗതി കിട്ടാതെ അലഞ്ഞു തിരിയുന്ന ഒരു ആത്മാവായിരുന്നു ഞാൻ. എന്നിട്ടും ഞാൻ അതിൽ സന്തോഷിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കാണാനും അവരുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നതുകൊണ്ടാ. പക്ഷെ ഒരു കൂട്ടം ദുഷ്ടന്മാരുടെ അടിമയാവാൻ എനിക്ക് വയ്യ ഗംഗേ. ഇല്ല ചേച്ചി, ശ്രീ മഹേശ്വരൻ നമുക്കൊപ്പം ഉണ്ട്. ഗൗരി ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. നമ്മളെ ലക്ഷ്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വ്രതത്തിനെന്തെങ്കിലും ഭംഗം വന്നാൽ വ്രതം പിടിക്കുന്ന ആൾക്ക് കഠിനമായ ദോഷം വരും. മരണം വരെ സംഭവിച്ചെന്ന് വരും. എത്ര കഠിനമായ വ്രതമായാലും ഞാനത് ചെയ്യാം. ഗൗരി ചേച്ചിയുടെ ആത്മാവിനെ മോചിപ്പിച്ചാൽ മാത്രം മതി. 3 ദിവസത്തെ വ്രതം ഗംഗ പൂർത്തീകരിച്ചാൽ ഗൗരി എവിടെയാണുള്ളതെന്ന് എനിക്ക് വ്യക്തമാവും. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ
എനിക്ക് ആ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയൂ. ശരി തിരുമേനി, ഞാൻ വ്രതം കൃത്യമായി തന്നെ നോക്കിക്കോളാം. ചുറ്റും ശത്രുക്കളാണ്. അവർക്ക് നടുവിൽ നിന്ന് വ്രതം പൂർത്തിയാക്കുക എന്നുള്ളത് അത്ര എളുപ്പമാവില്ല. അതെനിക്കറിയാം. പക്ഷേ എനിക്ക് ഗൗരി ചേച്ചിയെ രക്ഷിച്ചേ മതിയാവൂ. കുട്ടിയുടെ ആത്മവിശ്വാസം നല്ലത് തന്നെ. പക്ഷേ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഗൗരിയുടെ ആത്മാവിനെ രക്ഷിക്കാൻ പോകുന്നതെന്ന് മറക്കണ്ട. ഒരിക്കൽ കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുത്താൽ മതി. ഇല്ല തിരുമേനി, എനിക്ക് ഒന്നും ആലോചിക്കാനില്ല. ഞാൻ ഏത് വിധേനയും ഈ വ്രതം പൂർത്തിയാക്കും. തിരുമേനി എങ്ങനെയും ഗൗരി ചേച്ചിയെ മോചിപ്പിക്കണം. കുട്ടിയുടെ തീരുമാനം പോലെ നടക്കട്ടെ. ഗംഗ വ്രതമെടുക്കുന്ന സമയം മുഴുവൻ ഞാൻ ഗൗരിയെ രക്ഷിക്കാനുള്ള പൂജയിലായിരിക്കും. വ്രതം ഭംഗിയായി പൂർത്തിയാക്കുമ്പോൾ ഗൗരിയുടെ മോചനത്തിനുള്ള മാർഗവും ദൃശ്യമായിരിക്കും. ശരി. വ്രതം എടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഇത് അങ്ങനെ ഉപവാസമൊന്നല്ല മഹേട്ട. മത്സ്യവും മാംസവും കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു വ്രതം? ഈ അടുത്ത കാലത്തായിട്ട് മഹേട്ടനും മാളുവിനും മോശം സമയമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ദുരിതങ്ങൾ വരുന്നത് അതിന്റെ ലക്ഷണമാണ്. ഞാൻ ഭട്ടതിരിയോട് സംസാരിച്ചപ്പോ അദ്ദേഹം ഈ വ്രതത്തെക്കുറിച്ച് പറഞ്ഞത്. 3 ദിവസം ഈ വ്രതം എടുത്ത് ഭംഗിയാക്കിയാൽ എല്ലാ ദോഷങ്ങളും മാറുന്ന അദ്ദേഹം പറഞ്ഞത്. വ്രതം നോക്കുന്നതിലൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ നിന്നെക്കുറിച്ച് ഗംഗെ എനിക്ക് പേടി. എനിക്കും മോൾക്കും വേണ്ടി നീ എത്ര കഠിനമായ വ്രതവും നോക്കുമെന്ന് എനിക്കറിയാം. അത് പക്ഷേ നിനക്ക് ദോഷം ചെയ്യും. നിന്റെ ആരോഗ്യം അതെനിക്ക് പ്രധാനം തന്നെയാണ്. അതെനിക്കറിയാം മഹേട്ട. പക്ഷേ ഈ വ്രതം എനിക്ക് നോക്കിയാൽ മതിയാവൂ. മഹേട്ടന്റെ അനുവാദം ഇല്ലാതെ ഇത് ചെയ്യാൻ എനിക്ക് പറ്റില്ല. നീ വിഷമിക്കാതെ. ഒരു നല്ല കാര്യമല്ലേ, ഞാൻ എതിർക്കുന്നില്ല. ഈശ്വരന്റെ കൃപ അതെന്നും നിനക്ക് കൂട്ടുണ്ടാവും. ശരി മഹേട്ട. മഹേട്ടൻ എനിക്കൊപ്പം ഉണ്ടെങ്കിൽ എനിക്കെല്ലാം വിജയിക്കാൻ സാധിക്കും. മഹേട്ടന്റെ ഈ സ്നേഹവും കരുതലും എന്നും ഉണ്ടാവണമെന്ന് മാത്രം എന്റെ പ്രാർത്ഥന. ഗംഗ എന്തിനു വേണ്ടിയായി വ്രതം എടുക്കുന്നത്? ഇതിനു പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട്. അല്ലെങ്കിൽ 3 ദിവസത്തെ വ്രതം ഇപ്പൊ എടുക്കില്ല. അതെന്താണെന്ന് അറിഞ്ഞേ മതിയാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.